ഹലോ. ആ എടാ, ഞാൻ വേറെ ചെറിയൊരു തിരക്ക് കേസ് ഉണ്ടായിരുന്നു. ഞാൻ ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് ഞാൻ ഇപ്പോൾ വരാം. ഓക്കെ. എന്താ യേശനെ, നമ്മുടെ രണ്ടാമത്തെ അറ്റംപ്റ്റാ, പാളിയെന്ന് മാത്രം പറയല്ലേ. വരണം മിസ്റ്റർ. എന്ത് പറ്റി വൈകാൻ? എന്റെ പൊന്നെ ഒന്ന് പറയണ്ടാവി. ഒന്നും പറയണ്ട, ഒഴി. അല്ല പൊതിയോ കാണിക്ക് ഗ്ലാസ് കാണിക്ക്. ഇത്ര മതിയാ? അല്ല, അത്രയും വെള്ളം മതി, ബാക്കി സാധനം കിട്ടും. അങ്ങനെ കൂമ്പ് പാടി പൂട്ടോ അതിനുണ്ടെങ്കിലല്ലേ. അർജുനെ, മറ്റേ പോലീസുകാരനുള്ള കുപ്പി ഞാൻ പറഞ്ഞ് വാങ്ങിച്ചിട്ടോ. അതാ കൂട്ടിൽ പെടാ. പോലീസുകാരൻ തണ്ടി കൊടുക്കത്തെ കീറാലേ. മിണ്ടായിരുന്നു പുള്ളിക്കാരൻ. ഇവിടുത്തെ എസ് ഐ. സോറി സാർ. നീ എന്തിനാണ് വെറുതെ പോലീസുകാർക്ക് കുപ്പി കൊണ്ട് കൊടുക്കാൻ പോണേ? അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചെറിയ കേസ് ഇവിടെ കിടപ്പുണ്ട്. ഞാനാണെങ്കിൽ ഫോറിനിലേക്ക് പോകാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഈ വിസയുടെ കാര്യങ്ങളൊക്കെ റെഡി ആവണമെങ്കിൽ കേസ് ഒന്ന് ഒഴിവാക്കിയാലേ പറ്റുള്ളൂ. അപ്പോൾ ഈ പോലീസുകാരന് ഒരു കുപ്പി കൊണ്ട് കൊടുത്താൽ പുള്ളി റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട്. എന്താ കേസ്? കേസ് എന്നാന്ന് വെച്ചാൽ ഞാൻ ചുരുക്കി പറയാം. ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരും കൂടെ ഒരു ബിസിനസ്സൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അത് ഇടയ്ക്ക് വെച്ച് വഴക്കായി, തമ്മിത്തല്ലായി, അടിയായി, പിന്നെ തന്തയ്ക്ക് വിളിയായി, തള്ളയ്ക്ക് വിളിയായി. എനിക്ക് ദേഷ്യം വന്നപ്പോൾ ഞാൻ ഗ്യാസ് സ്വിച്ചിൽ തൻ്റെ തലക്കേ കിട്ടും. നീ എന്താണ് ഗ്യാസ് സ്വിച്ച് കിട്ടുന്ന നടുവിളയാൻ പോയെ? നീ ആ കീരം കിട്ടുന്ന അവന് മെതക്കിരുന്ന പോരായിരുന്നോ? ലിങ്ങിപ്പോയനെ. ഒരു ടെലികോളുണ്ട്. പോരാ. ഹലോ. വൈദ്യനോട് വിളിച്ചാൽ ഓട്ടോറിക്ഷ വിളിക്കുന്ന പോലെ ഞാൻ ഇവിടെ വേറെ പരിപാടിക്കകത്ത് നിൽക്കുന്നേ. ശരി ഞാൻ ഇപ്പോൾ പോവാം. ഓക്കെ. എടാ, ഞാൻ ഇപ്പൊ ഒരു അത്യാവശ്യമായിട്ട് സ്ഥലം വരെ പോത്തരാം. നിങ്ങൾ ഉറങ്ങുവാണെങ്കിൽ ഡോറൊന്ന് ചാരിയിട്ടില്ല മതി. ഞാൻ വന്നിരിക്കോളാം. ഓക്കെ. കുപ്പിയുടെ പൈസ അത് നീ വെച്ചോ. എന്താ യേശനെ, കാര്യം പറ. എടാ, ഞാൻ കാട്ടിൽ പോലീസിട്ട് ഓടിച്ചു. ഞാൻ ഓടി കയറി 2 ബാവളിയന്മാർ മുറി കയറിയിട്ടുണ്ട് ഇവിടെ. ഇവന്മാരാണെങ്കിൽ വെള്ളം അടിച്ച് പോകാൻ കിടക്കാം അവിടെ. ഏത് വാബുളിയന്മാരുടെ അടുത്താണെങ്കിലും ഒരു 1 മണി 2 മണി വരെ അവിടെ നില്ലേ പറഞ്ഞ. ഞാൻ സമയം പറയാൻ പോളാം, അത് കുഴപ്പമില്ല. പറ്റല്ലേ? ഈ ഡോർ ലോക്ക് ചെയ്യണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞേ? ഞാനോ? പിന്നെ ഞാനായിരിക്കും. എന്നെ വെള്ളം അടിച്ച് ഞാൻ വൈകി കിടക്കണ്ടാവേ. ഈ പോലീസുകാരനെ കുപ്പി കൊണ്ട് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞു.
നോക്കി കാരണം കുറെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ഇതിങ്ങോട്ട് പോവാ ബാഗൊക്കെ വൈഫ് ഹൗസിൽ പോവാ. വൈഫ് ഗൾഫിൽ നിന്ന് വന്നാണ് അല്ലേ? അതല്ല, ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായി. പ്രശ്നമുണ്ടോ? എന്നാ പിന്നെ രണ്ടാഴ്ച നിക്ക്. അതും തകഞ്ഞു ഇവിടെ ഒരു മോഷണം നടന്നു. സാറ് അവനിക്കറിയാൻ പിടിച്ചില്ലേ? പിടിക്കാൻ സഹായിച്ചില്ല, അപ്പോഴേക്കും വഴുതി പോയില്ലേ. ഞാൻ ശാന്തച്ചിച്ച മാല മോഷ്ടിച്ച അതേ കള്ളം തന്നെ ആയിരിക്കും ചിലപ്പോ ഇത്. ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവനെ ഞാൻ പിടിച്ചേ. എന്തായാലും ഇപ്പൊ ശാന്തക്ക് അറിയാൻ പിടിച്ചേ. അല്ല ശാന്തച്ചിച്ച മാലയും കൊണ്ട് പോയി കള്ളനെ പിടിച്ചേ. സാറിന് നമുക്ക് അറിയാൻ എന്നാലും എന്ത് ഈ അടിച്ചു മാറ്റിക്കൊണ്ടുപോയത്? വളയാണോ മാലയാണോ ആ കമ്മലാണോ? കമ്മലും മാലയൊന്നും അല്ല, വളയൊന്നും അല്ല. പിന്നെ എന്താ ശനെ കാര്യം പറ. എന്നാൽ ഈ സംഭവം എന്തിന്റെ അകത്തായിരുന്നു? പെട്ടിക്കകത്താണ് അതോ എന്തെങ്കിലും വേറെ സംഭവത്തിന്റെ? അല്ലല്ല, നീല പട്ടിന്റെ അകത്ത്. കുഴപ്പമില്ല, നമുക്ക് അമ്മമാര് പിടിക്കാനുള്ള വകുപ്പ് 2 എണ്ണം അടിച്ചു വെച്ച് നോക്കാം. ഗ്ലാസ് ഉണ്ടോ? ഗ്ലാസ് ബാഗിലുണ്ട്. എന്താണോ ഇത്? എന്റെ ടച്ചിക്സ് ഉണ്ടല്ലോ ഇത്. ചെറുക്ക, ആശാൻ ഒരു കാര്യം ചെയ്യും, ചെന്നൈയിലെ നമ്മുടെ ബോസിന്റെ അടുത്തേക്ക് വിട്ടോ. മാണിക്കം ഞാൻ അവിടെ എത്തിച്ചേക്കാം. പിന്നെ ആശാനെ അവന്മാരുടെ റൂം എവിടെയാ? ഓക്കെ ആശാനെ കേട്ടോ, അവന്മാരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. ആരാടാ പിന്നെ? അവിടെ കിട്ടിയ നിൽക്കാം. ഈ പാരാത്രി ഇത് വയ്ക്കാണല്ലോ ഇങ്ങോട്ട് കയറി. എന്നാ ഈ കാണിക്കുന്ന രണ്ടും കൂടെ SI തല്ലി കൊല്ലുന്ന. സോറി സാർ. എപ്പോഴും ഈ സോറി സാർ. സാറിന് എന്നെ സാറ് വേണ്ടേ? നിനക്കത് എവിടെ കിട്ടിയതാ? എനിക്കറിയില്ല പൊന്നു സാറേ, എനിക്ക് അറിയാൻ പാടില്ല സാറേ. കള്ളൻ ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത്? കിട്ടി. നിനക്കത് എവിടെ നിന്നാ കിട്ടിയ? പോലീസിന്റെ പിന്നെ പോലീസൊക്കെ ഞാനാ. ഒബ്ജക്ഷൻ യുവർ താങ്കൾക്ക് ഈ സാധനമല്ലേ വേണ്ടത്? എന്നാ സാധനം കിട്ടാൻ പോകില്ല, വെറുതെ വിടാം. ഞാനൊരു സാധനം കാണിക്കാം. ഇതുപോലത്തെ 1000 എണ്ണം ഞങ്ങൾ കഴിഞ്ഞ വീടിപ്പടക്കല്ലേ? ആവശ്യമില്ല. ായിരിക്കും ഇത് ഏത് തെണ്ടിയാണോ എന്തോ മുണ്ടുണ്ട്. ഓക്കെ എന്തോ ചെയ്യാനാ പ്ലാൻ? ആക്ച്വലി എന്റെ അഭിപ്രായത്തില് ആ കള്ളനെ പിടിക്കാനുള്ള പ്ലാനിങ് ഇപ്പൊ തന്നെ നമുക്ക് തുടങ്ങാം. കോടികളുടെ വിലപിടിപ്പുള്ള സാധനമാണ്. എന്നെങ്ങനെയും പ്ലാൻ ചെയ്ത് നമുക്കത് തിരിച്ചു പിടിക്കണം. അങ്ങനെയാണെങ്കിൽ ഞാൻ പ്ലാൻ പറയട്ടെ. സാറല്ലേ SI, സാറിൻ്റെ ഈ കള്ളന്മാരെയൊക്കെ പിടിക്കാനുള്ള പ്ലാൻ ഒരു നല്ല പ്ലാൻ പറഞ്ഞു തരൂ, ഞങ്ങളതുപോലെ ചെയ്യാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു പ്ലാനിങ്ങും ഇല്ല, ആകെ മൂഡ് ഓഫാ.
സാറെന്താന്ന് ഇനിയിപ്പോൾ അതിൻ്റെയൊക്കെ പുറകെ നടക്കുന്ന മാണിക്കം എന്നൊക്കെ പറഞ്ഞിട്ട് അത് പോയെങ്കിൽ പോട്ടെ, കള്ളം കൊണ്ടുപോയി പോട്ടെ, സാരില്ല, നമുക്ക് അങ്ങ് വിട്ടേക്കാം. അങ്ങനെ പോകാൻ പറ്റില്ല, നല്ല വിലപിടിപ്പുള്ള സാധനമാണ്. സാറിന് ഇത് എവിടെ കിട്ടിയത്? നീ ഇതൊന്നും അറിയണ്ട, നീ എന്താ ചെയ്യാൻ പോകുന്നത് ചെയ്യ്. എന്റെ ഒരു കിട്ടുന്ന പ്ലാൻ ഉണ്ട്. ആരൊക്കെ കൂടാതെ വരാൻ പറ്റുന്നോട് വരുക, ഞാൻ എന്തായാലും പോവാ. നമുക്കായാലും അവൻ ഈ നാട് വിട്ട് പോയില്ലെങ്കിൽ നമുക്ക് പിടിക്കാൻ പറ്റുമോ നോക്കാം. ഏതായാലും ഇറങ്ങി തിരിച്ചല്ലേ, നോക്കിയേക്കാം. എന്നാ വാ. ഒന്ന് ഷോ ഇറക്കിയിട്ട് പോയേക്കാം. ഹലോ മിസ്റ്റർ പോലീസുകാരൻ, നിങ്ങളെ കാണാണ്ട് പോയ പണി ഞാൻ കാണിച്ചു തരും. ഇതാണ് മണി, കാണിച്ചു തരാന്ന് പറഞ്ഞ മണി. നല്ല മണി. അത് നിക്കടാ, ഞാനിതാ. പൊട്ടാ, നീ എന്ത് പരിപാടി കാണിക്കണേ? അവനെ പിടിക്കാനല്ല നമ്മളിപ്പോ ഇങ്ങോട്ട് വന്നേ. പോയി പിടിക്കണോ? പിന്നല്ല. ഒരു സാധനമില്ല. ഇതിനകത്തൊന്നും ഇല്ലെന്നേ. പിന്നെ ഇന്നലെ നീ അറ്റോണ്ട് ആ സാധനം എന്ത്? അയാൾ ഇംഗ്ലണ്ടിലെ ബോസിന് കൊടുത്ത് ഞാൻ. ഞങ്ങളെ ഒറ്റ ദിവസം കൊണ്ട് ഇംഗ്ലണ്ടിൽ പോയിട്ടില്ല പാട്ടി. പല്ലോ അത് എന്റെ പല്ല കളയല്ലേ. നിന്റെ പല്ലിയാ കാണിച്ചാ പഞ്ഞ. സാധനം കിട്ടിയെന്ന് ഓർത്ത് സമാധാനിക്കണ്ട. ഇത് അവന്മാരുടെ രണ്ടാമത്തെ പരിപാടിയാണ്. ഇനി അവന്മാർ വരും, കരുതിയിരിക്കണം. വൈഫ് 29-ാം തീയതി വരും. എനിക്കൊന്ന് കറങ്ങാൻ പോകണം. അടിപൊളിയായിട്ടുള്ള സ്ഥലത്തൊക്കെ പോകാം. അങ്ങനെ വിചാരിച്ചിരിക്കുന്നു. ഞാൻ പഞ്ചായത്തിൽ നിന്നാണ് ആ കിണറ് കൊളക്ഷൻ ചെയ്യാൻ വേണ്ടി വന്നേക്കണേ. കിണറ് കാണിച്ചു തരാമോ? കിണറ് അവിടെയാണ്, അങ്ങോട്ട് പോക്കോളൂ. വരാം. എനിക്കൊരു കഴിഞ്ഞ കാലമുണ്ട്, ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു കാലം. ചേട്ടാ നെറ്റ് അങ്ങോട്ട് മാറ്റിക്കോളൂ കേട്ടോ. ഇതേതാ ഈ പ്രാന്തൻ? ബോസേ,
മാണിക്കുവാണെങ്കിൽ മിസ്സായി, ആശാനാണെങ്കിൽ ആരോ തട്ടിക്കൊണ്ടുപോയി. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ട ബോസേ?